Good afternoon, Miss. Good afternoon, everyone. Good afternoon. Okay, good afternoon. So, start here. Good afternoon. Yes, ma'am. Okay. So, start ചെയ്തോളൂ class. Prayer. What of today? Prayer Leena Prasad ആണ്. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. Thank you, ma'am. Yeah. Thanks. What of today? Good morning to all. Today's thought is, what urges you today? Make stronger tomorrow. This phrase is pointing out of hard experience or troubles that we encounter in our lives. After this trial, there are lessons learned and that make us stronger to face other harder problem. ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നത് നാളെ നിങ്ങളെ ശക്തനാക്കുന്നു. ഈ വാചകം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളോ പ്രശ്നങ്ങളോ ചൂണ്ടിക്കാണിക്കുന്നു. ആ പരീക്ഷണങ്ങൾക്ക് ശേഷം പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. അത് മറ്റു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാൻ നമ്മെ ശക്തരാക്കുന്നു. So get stronger, live longer. Thank you. Okay. Any sign ഓ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. Okay. Sign in ഉണ്ടല്ലോ. സൈൻ ഓഫ് ഉണ്ട് മാം. കേൾക്കുന്നുണ്ടായില്ല, ഞാൻ ഇയർഫോൺ വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. സൈൻ ഓഫ് അല്ലടാ, സൈൻ ഇൻ. അതെ, സൈൻ ഇൻ തന്നെ. ഞാൻ പറയട്ടെ. Good afternoon, friends and teachers. A very warm welcome for today's class. My name is Usha Rani. Today I am going to present a short story on the topic teamwork. Once upon a time in a small garden, there was a little ant named Joe. Joe found a big juicy apple and wanted to take it back to his home. But the apple was very too big and heavy for Joe to move on his own. Joe tried and tried, but couldn't move the apple. Then he saw a group of tiny ants working together to carry crumbs. Joe asked them for help. The tiny ants agreed, and together they purchased the apple, pushed the apple bit by bit with teamwork. They moved the apple to the ant hill. Joe learned that by working together, they could achieve big things. From that day on, all the ants worked as a team, and the garden became a happy place. The moral of the story is that with teamwork, we can achieve big things with a small effort. So everyone try to be teamwork. Once again, I welcome all for today's class. Thank you. Okay. It's a good one. Yeah. Okay. Yeah, നന്നായിരുന്നു. നല്ല സ്റ്റോറി ആയിരുന്നു. Okay, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. Thank you, ma'am. Okay. Any page number? Yeah, 100 or 100?
one or one. Preposition ആണ്. Okay. Yeah. സഫിയനെ കണ്ടിട്ട് കുറച്ചായല്ലോ. എവിടെയായിരുന്നു? ഹോസ്പിറ്റലായിരുന്നു ടീച്ചറെ കുറെ ദിവസമായിട്ട്. കണ്ണിന് പ്രശ്നം, ടീച്ചറെ പോലെ കണ്ണടയൊക്കെ കിട്ടി. ടീച്ചർ കണ്ടപ്പോ ആലോചിച്ചുള്ളൂ അതേപോലത്തെ കണ്ണാടി. Okay. Okay. Health okay. കുഴപ്പമില്ല, കണ്ണിന് ചെറിയ ചെറിയ അക്ഷരങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ കണ്ണട ഇട്ടപ്പോ കാണുന്നുണ്ട്. Okay. എന്റെ കണ്ണിടത് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര സ്ട്രെയിൻ വരുന്നു സിസ്റ്റത്തിലാണ് കുറെ ടൈം നോക്കിയിരിക്കുമ്പോഴേ ഭയങ്കര സ്ട്രെയിൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അത് ശരിയാണ് ടീച്ചറെ, അത് അങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഇവിടുത്തെ പഠിപ്പിക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ തലവേദന എടുത്ത് കിടപ്പായിരിക്കും. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടേ ഓൺലൈന്. അപ്പൊ കുറെ കുട്ടികളുടെ വർക്കുകളൊക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കി 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 അവസാനം കണ്ണിന് പണി കിട്ടി. അടിച്ചു പോയിട്ടില്ല, ചെറിയ ലെറ്റർ ഒന്നും കാണുന്നില്ല. അത് നമ്മളെ ഫോൺ ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും കുറെ സ്ട്രെയിൻ ചെയ്യല്ലേ. ഫോൺ നോക്കുമ്പോഴായാലും നമ്മൾ കണ്ണട വെക്കുന്നത് എപ്പോഴും നല്ലതാ. സ്പെക്സ് പ്രൊട്ടക്ഷൻ ആണത്, മനസ്സിലായോ? അത് ഫോൺ എല്ലാവരും അത് ശരിയാണ് ടീച്ചർ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നൊരു ബ്ലൂ ലൈറ്റ് വരും അത്ര, അതിന് പ്രൊട്ടക്ഷൻ ചെയ്യണ ഒരു UV ഗ്ലാസ്സോ അങ്ങനെ എന്തോന്ന് ഇട്ടാൽ ശരിയാവും പറയണ്ടായിരുന്നു. ആന്റി ഗ്ലെയറിന്റെ ഗ്ലാസ്സസ് യൂസ് ചെയ്താൽ മതി. എന്തോ ആന്റി UV ഗ്ലാസ്സസ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി കണ്ണ് പ്രായമാകും തോറും കണ്ണിന് കാഴ്ചകൾ കൊടുക്കും. ഓക്കെ. ഇപ്പോ ആണെങ്കിൽ ഫോൺ യൂസേജ് വളരെ കൂടുതലാണ്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കുക. ഓക്കെ. ക്ലാസ്സിലിട്ട് പോയാലോ? ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഇപ്പോ സംസാരിക്കാൻ ഒരുപാട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. നമ്മൾ ഏത് പ്രൊപ്പോസിഷൻ ആയിരുന്നു എടുത്തിരുന്നേ? അറ്റോ? അപ്പൊ ഇൻ നോൺ അറ്റ് കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നോ? തന്നിട്ടില്ല. ഇൻ നോൺ അറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നില്ല. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് എന്തോ? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയതാ? ചാപ്റ്റർ അല്ല, ഇൻ നോൺ അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ആയി. ഈ പ്രൊപ്പോസിഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്തൊരു പ്രൊപ്പോസിഷൻ ചെയ്യാം ടീച്ചർ, അതോ നല്ലത്. ക്വസ്റ്റ്യൻ വന്ന കൺഫ്യൂഷൻ. അടുത്തത് സിൻസ് എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻ സോറി, സിൻസ് എഴുതിക്കോളൂ. ഹെഡിങ് ഏതാ? സിൻസ്. സിൻസ് മീനിങ് വരുന്നത് മുതൽ, മുതൽ എന്നാണ്. വർഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ സിൻസ് വരിക? വർഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, ഡേ ആയാലും ടൈം ആയാലും എന്തിന്റെ കൂടെയും സിൻസ് പോകും. മീനിങ്ങിന് വ്യത്യാസം വരും, മലയാളം മീനിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞു തരാം. അതായത് ഇപ്പോ നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ, അല്ലെ 9 മണി മുതൽ, 2025 മുതൽ ഞാൻ നന്നായി കൊള്ളാന്നൊക്കെ പറയില്ലേ. അടുത്ത മാസം മുതൽ, എല്ലാവിടവും നമ്മൾ ഈ മുതൽ യൂസ് ചെയ്യും അല്ലെ. മുതൽ എന്ന് പറയുന്നത് ഏതാണ്? സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ്. അപ്പൊ എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാം. ഈ മലയാളത്തിൽ നമ്മൾ മുതൽ എവിടെ പറയുന്നു അവിടെയൊക്കെ നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് എന്താണെന്ന് വെച്ച് എഴുതാം. എല്ലാരും എഴുതാൻ കഴിയാം. ഡേറ്റ് എഴുതാം, ഡേ എഴുതാം, മന്ത് എഴുതാം, ഇയർ എഴുതാം, ഏജ് എഴുതാം, ടൈം എഴുതാം, എന്തും എഴുതാം. ഓക്കെ ഓക്കെ ടീച്ചറെ. അപ്പൊ നമ്മള് എന്താണ്, ഞാൻ രാവിലെ 9 മണി മുതൽ പഠിക്കുകയായിരുന്നു എന്ന് പറയണം. ഞാൻ 9 മണി മുതൽ ഇപ്പൊ വരെ എന്നുള്ളതിനും അത് ഉപയോഗിക്കാലോ അല്ലെ? ചെറുപ്പം മുതലേ ഉള്ളതിനൊക്കെ. നിങ്ങളിപ്പോ എത്ര നാളെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്?
Since school time. ചെറുപ്പം മുതലേ പഠിക്കാൻ LKG മുതലൊക്കെ LKG മുതൽ എന്ത് പറയും? സിൻസ് സ്കൂൾ ടൈം പറയാം അല്ലെ? സിൻസ് സ്കൂൾ ടൈം. ഹാവിങ് സ്റ്റഡി ഇംഗ്ലീഷ് സിൻസ് സ്കൂൾ ടൈം. സ്കൂൾ ടൈം മുതല് ഇംഗ്ലീഷ് പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മുതൽ എവിടെ വരുന്നോ അവിടെ നമ്മൾ സിൻസ് ആഡ് ചെയ്യും. അപ്പൊ സെന്റൻസിന്റെ മീനിങ് മാറും. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്യായിരുന്നു. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്യാണ്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. പ്രസന്റിലാണോ യൂസ് ചെയ്യുന്നത് അധികവും? പ്രസന്റ് പെർഫെക്റ്റിലാണോ അപ്പൊ അധികം യൂസ് ചെയ്യുന്നത്? അയ്യോ, അതിപ്പോ പറഞ്ഞാല് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയില്ലേ? ഓക്കെ ഓക്കെ മാം, ഓക്കെ വേണ്ട. ടെൻസോട് പറയണ്ട. ടീച്ചർ ഇപ്പൊ പറഞ്ഞില്ല, സെന്റൻസ് ഒന്നുകൂടി പറയാമോ? I have been cooking. ഹാവിങ് ആണോ പറഞ്ഞത്? Have been. ഹാവ് ബീൻ അല്ലേ? I have been cooking since morning. I have been cooking since morning. അതായത് പാസ്റ്റ് തുടങ്ങിയ ഒരു കാര്യമായിരിക്കും അല്ലെ? കഴിഞ്ഞ എപ്പോഴോ തുടങ്ങിയ ഒരു കാര്യമാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ മുതൽ പറയാറ് അല്ലെ? മലയാളത്തിലാണെങ്കിൽ അങ്ങനെയല്ലേ പറയാറ്? ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സാമ്പിൾ എന്താണ്, ഇംഗ്ലീഷ് പറഞ്ഞു. ഇംഗ്ലീഷ് നമ്മൾ LKG മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. LKG ഇപ്പോ കഴിഞ്ഞു അല്ലെ? പാസ്റ്റ് ആണ്. ഹാവ് ബീൻ എന്ന് പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താ ടീച്ചറെ? അത് ടെൻസ് പറയുമ്പോ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ സെന്റൻസ് പറഞ്ഞില്ലേ, അതിന്റെ മീനിങ് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരൂ. ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ് പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് ചെയ്യായിരുന്നു രാവിലെ മുതല്. അപ്പൊ ഹാവ് ബീന്റെ മീനിങ് കൂടി ഒന്ന് ചേർത്ത് പറയുമ്പോ എങ്ങനെ വരിക? ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരുന്നു ഇല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരുന്നു എന്ന് പറഞ്ഞത് പാസ്റ്റിലേക്ക് പോകും. ആണോ? ആണ്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അല്ലെ? അതെ, രാവിലെ മുതല് വേണമെങ്കിൽ ഇന്നലെ മുതല് കുക്കിംഗ് ചെയ്യാണെങ്കിൽ പറഞ്ഞു നോക്കി. ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് യെസ്റ്റർഡേ എന്ന് പറയാം. ഇന്നലെ മുതൽ കണ്ടിന്യൂ ആയിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. യെസ്റ്റർഡേ എന്ന് പറയും, ഇപ്പോഴും കുക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പഠിക്കുന്നതാണെങ്കിലോ അതും പറയാം. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് യെസ്റ്റർഡേ എന്ന് പറയാം. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ എത്ര നാളെ താമസിക്കുന്നു? ഏത് വർഷം മുതലാണ് താമസിക്കുന്നതെന്ന് പറയാം. ഐ ഹാവ് ബീൻ ലിവിംഗ് since 2 years ago. അങ്ങനെയാണോ? സിൻസ് 2 years. അത് മതി. ഓക്കെ. 2 വർഷം 2 വർഷം മുതലോ അങ്ങനെ വരും. അപ്പൊ ഇയർ അവിടെ കൊടുത്തൂടെ? ഇയർ കൊടുത്താൽ മതി. ഇയർ പറയരുത്, ഇയർ കൊടുക്കണം. ഇയർ എന്ന വേർഡ് വരുമ്പോ 4 വേണം. 2 വർഷമായിട്ട് ഞങ്ങളുടെ താമസിക്കുകയാണ് എന്നാണെങ്കിൽ ഇയറും നമ്പർ കൊടുത്താൽ മതി അല്ലെ? സിൻസ് 2023 അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ നമ്മള് ഈ വർഷം മുതൽ നമ്മൾ താമസിക്കുകയാണെന്ന് മലയാളത്തിൽ പോലും പറയാറില്ല അല്ലെ? ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ കേരള സിൻസ് 2000 കൊടുക്കാൻ പറ്റുമോ? 2000 വർഷം മുതൽ ഞാൻ കേരളത്തിൽ താമസിക്കുകയാണ്. ഓക്കെ. ഇനിയിപ്പോ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണോ അർത്ഥം? എപ്പോഴും താമസിക്കല്ലേ? നമ്മള് മലയാളം എങ്ങനെയാ പറയാ? കറക്റ്റ് അല്ലേ മലയാളം പറയുന്നത്? ING വരുമ്പോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം അല്ലേ? കണ്ടിന്യൂസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും She has been living there for 2 years. അത് പ്രപ്പോസിഷൻ 4 ആണ് കേട്ടോ. അപ്പൊ വന്നേ സിൻസ് വേണം. ഈ അങ്ങനെ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ സിൻസ് പറയാൻ എളുപ്പമാണ്. ഇപ്പൊ അൻമരിയ പറഞ്ഞ ഇത് വെക്കുകയാണെങ്കിൽ 2 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് ആണ്. 4ന്റെ മീനിങ്ങിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ സിൻസ് അല്ലേ, സിൻസ് വെച്ചിട്ട് പറയൂ. സിൻസ് എന്ന് പറയുമ്പോൾ മുതലാണ്. അപ്പൊ നമ്പേഴ്സ് പറയാം. ഇയർ ആണെങ്കിൽ 2015 അങ്ങനെ നമ്പേഴ്സ് പറയാം. അപ്പൊ നമുക്ക് 2005 മുതൽ ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് കിട്ടും.
മലയാളത്തിലാണെങ്കിലും നമ്മൾ പറയുമ്പോൾ വ്യത്യാസം വരില്ലേ? നമ്മൾ യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ മീനിങ് മാറില്ലേ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. 2 അപ്പോ വർഷമായിട്ട് ഒരു മന്ത് പറഞ്ഞിട്ടേ ടീച്ചറെ, ഒരു മന്ത് പറഞ്ഞിട്ട് ആ മാസം മുതൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റില്ലേ? പറയും. അപ്പോഴും നമ്മൾ സിൻസ് അല്ല ഉപയോഗിക്കാം. ആ മന്ത് പറയണം. ഓക്കെ. അപ്പൊ സെന്റൻസ് ഒന്ന് പറഞ്ഞു. I have been teaching. I have been a teacher. Since I have been teacher no? The teaching no? No. I have been a teacher. No, I have been a teacher in April since since April ഉപയോഗിക്കാം. April. Since April അല്ലേ? I have been a teacher since April. ഏപ്രിൽ മുതൽ ഞാൻ ടീച്ചറാണ്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. I have been a teacher in ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട് ആ സ്കൂള് സിൻസ് ഏപ്രിൽ തൊട്ട് കൊടുക്കുക അല്ലേ? അതെ. ഇവിടെ ing വരാൻ എന്തുകൊണ്ടായിരുന്നു? I have been a teacher since April എന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ing വന്നില്ല? മനസ്സിലായോ? എന്തുകൊണ്ടാണ് ing വരാഞ്ഞേ? ടീച്ചർ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ് അല്ലെ? ഒരു പ്രവൃത്തിയല്ല. അവിടെ പ്രവൃത്തിയാണ് പറയുന്നെങ്കിൽ ടീച്ചിങ് ആണെങ്കിൽ ഓക്കെ ടീച്ചിങ് എന്ന് പറയാം ഞാൻ. അപ്പോ മീനിങ് എന്ത് വരും? ഞാൻ ഏപ്രിൽ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വരും. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരും. പക്ഷെ നമുക്ക് ടീച്ചിങ് യൂസ് ചെയ്യാൻ പറ്റില്ലേ ടീച്ചർ അവിടെ? ടീച്ചിങ് എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ മലയാളത്തിന് മീനിങ് നോക്കാം. ടീച്ചിങ് അവിടെ ഉപയോഗിക്കുമ്പോ ഞാൻ ഏപ്രിൽ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് വരും. ഇത് നമ്മൾ ടീച്ചറായി വർക്ക് ചെയ്യാണ് എന്നുള്ള മീനിങ് വരണമെങ്കിൽ ടീച്ചർ എഴുതണം അല്ലെ? അപ്പൊ ടീച്ചർ സീൻസ് ഏപ്രിൽ. ഏപ്രിൽ മുതൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നാണ്. വർക്ക് എന്നൊന്നും അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ടീച്ചർ എന്ന് പറയുന്ന ഒരു ജോലിയാണല്ലോ. ആ സെന്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏപ്രിൽ മുതൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ മനസ്സിലാകും. കാരണം അല്ലെങ്കിൽ അവിടെ വർക്ക് എന്നും പറഞ്ഞ് കറക്റ്റാണെന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അല്ലെങ്കിൽ അത്രയ്ക്കും അത് മെൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നീട്ടി അടിച്ച് പറയാം. I have been working as a teacher since April എന്ന് പറയാം. മനസ്സിലായോ? അതിന് മനസ്സിലായില്ല, ഒന്നുകൂടി പറയൂ. I have been working as a teacher. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ഏപ്രിൽ മുതൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വരും. മനസ്സിലായോ? രണ്ടിന്റെ മീനിങ് ഒന്നു തന്നെ അല്ലേ? രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. I have been a teacher since 2000 ഏപ്രിൽ എന്ന് പറയുന്നതും I have been working as a teacher since April എന്ന് പറയുന്നത് രണ്ട് മീനിങ് ഒന്ന് തന്നെയാണ്. ഒരെണ്ണം ഷോർട്ട് ആക്കി പറയുന്നു, മറ്റത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഷോർട്ട് ആക്കി പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ള കുട്ടികളൊന്നും മനസ്സിലില്ലോ. മനസ്സിലായി എന്നാണോ പറഞ്ഞേ? അപ്പൊ ഇതാണ് സീൻസ്. പിന്നെ ഇങ്ങനെ നമുക്ക് ഏജ് പറയാട്ടോ. ഏജ് എന്ന് പറയുമ്പോ എന്താ, ഞാൻ എക്സാമ്പിൾ ആണ്. ഇപ്പോ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പോ ഒരു 7 വയസ്സ് മുതൽ ഞാൻ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 7 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് എന്നൊരു മീനിങ് വരും. അപ്പൊ ഇങ്ങനെ പറയാം, സ്വിമ്മിങ് സിൻസ് I was 7. എനിക്ക് 7 വയസ്സുള്ളപ്പോ മുതൽ ഞാൻ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് ആണ് അവിടെ വരെ. അപ്പൊ ഏജ് ആണെങ്കിലും എന്തിന്റെ മുന്നിൽ നമുക്ക് സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏജ് എഴുതുമ്പോ ഇങ്ങനെ 7 years മാത്രം എഴുതിയാൽ മതിയോ? അതായത് 7 years old എന്ന് കൊടുക്കണം? I was 7. No. I was 7 എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. I have been swimming since 7 years old എന്ന് പറയണോ? അതോ I have been swimming since 7 എന്ന് മാത്രം? I was 7 അങ്ങനെ എഴുതാം. I was 7 അങ്ങനെ എഴുതാം.
പ്രാക്ടീസിങ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഞാൻ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോ ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് വരുമോ, പ്രാക്ടീസ് എന്ന് വരുമോ? പ്രാക്ടീസിങ്. പ്രാക്ടീസ് അപ്പൊ സ്വിമ്മിങ് എന്താ വരുക, സ്വിമ്മിങ് തന്നെ വരുമോ? I have been practicing swim since 5 years. പാസ്റ്റ് ഇയറിലത്തെ കാര്യം പറയുമ്പോ നമ്മള് പാസ്റ്റ് എഴുതണ്ടേ? മനസ്സിലായില്ല. ചെറുപ്പത്തെ കാര്യം പറയുന്നു പറഞ്ഞില്ലേ, നമ്മള് പാസ്റ്റ് അല്ലേ, പാസ്റ്റ് എഴുതണ്ടേ ചോദിക്കാം. അതെ, അത് ഇപ്പൊ ഈ പറയുന്ന കാര്യത്തില് അങ്ങനെയില്ല. അത് ഇപ്പൊ ഞാനത് പറഞ്ഞാലും നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇത് ടെൻസ് ആണ്. ടെൻസ് മുമ്പും ചെയ്തുകൊണ്ടിരിക്കുന്നു, ടീച്ചർ ഒരു മിനിറ്റ്, ഇത് മുമ്പും ചെയ്തുകൊണ്ടിരിക്കണോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണോ എന്നുള്ള അർത്ഥമാണ് അല്ലേ? അതെ, ഇത് ടെൻസ് പറയുകയാണെങ്കിൽ അത് ശരിക്കും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണോ, ഹാവ് ബീൻ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്? ഇല്ല, കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. മിസ് ഇപ്പൊ ടൈപ്പ് ചെയ്തതിന്റെ മീനിങ് കറക്റ്റ് ഒന്ന് പറയോ? എന്തോ മിസ് ഇപ്പൊ ടൈപ്പ് ചെയ്തതിന്റെ കറക്റ്റ് മീനിങ് ഒന്ന് പറയോ? എനിക്ക് 7 വയസ്സ് ഉള്ളപ്പോൾ മുതൽ ഞാൻ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ ഐഡന്റി ഫോം വരുമ്പോൾ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മിസ് വാസ് എന്ന് വരുമ്പോ ആയിരുന്നു എന്നല്ലേ വരിക? ആയിരുന്നു, അതെ അതെ അതെ. I have been swimming since 7 years old എന്ന് പറയുന്നതിൽ ഏറ്റവും ബെറ്റർ ഇങ്ങനെയാണ്. സിൻസ് ഐ വാസ് ഉപയോഗിക്കാം അല്ലെ അവിടെ? Since I was 7 അങ്ങനെ പറയുമ്പോൾ നമുക്ക് സെന്റൻസിന്റെ മീനിങ് കിട്ടും. അല്ലാതെ വെറുതെ സിൻസ് 7 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, സിൻസ് 7 years old എന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ? സിൻസ് 7 years old അത് ബോറാണല്ലേ? അതെ, സിൻസ് ചൈൽഡ്ഹുഡ്, സിൻസ് ഐ വാസ് 7 കുഴപ്പമില്ല. ചൈൽഡ്ഹുഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ when I was ചൈൽഡ് ആണ്, ആ ടൈമിലാണ്, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ 7 years old എന്ന് പറയുമ്പോൾ നമുക്ക് നീട്ടി വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒത്തിരി ഇപ്പൊ നല്ലതായിട്ട് തോന്നിയില്ല സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൊള്ളാം എന്ന് തോന്നണ്ടേ, ആ ഒരു തോന്നൽ വരിക. അത് വേണം. അല്ല, ഏജോ എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മാത്രം ഐ വാസ് എന്നും പറഞ്ഞ ഐ വാസ് 7 അല്ലെ അങ്ങനെയൊക്കെ കൊടുത്താൽ പോരാ? അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് കൊടുത്താൽ അതോ മീൻ കറക്റ്റ് ആവില്ലേ? I have been swimming since ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ കുട്ടിക്കാലം എന്നാണ്. കുട്ടിക്കാലം, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സ്വിമ്മിങ് ചെയ്യുകയാണ്. അവനെ ചൈൽഡ് മതി, ചൈൽഡ്ഹുഡ് ആവശ്യമില്ല, ചൈൽഡ് മതി. കാലഘട്ടം എന്ന് പറയുമ്പോ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്? കുട്ടിക്കാലം മുതൽ ഞാൻ നീന്തുകയാണ്. ഓക്കെ, കുട്ടിക്കാലം പറയുമ്പോ ചൈൽഡ്ഹുഡ് ചെയ്താലോ? ചൈൽഡ്ഹുഡ് ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എനിക്കോ സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല, പറയുമ്പോൾ സൂപ്പർ ഉണ്ടാവുന്നുള്ളൂ. മാം, ഞാനൊരു സെന്റൻസ് പറയട്ടെ, കറക്റ്റ് ആണെന്നൊന്ന് പറഞ്ഞുതരോ? ഐ ഹാവ് ബീൻ സൈക്ലിംഗ് സിൻസ് ഐ വാസ് 10 years. സൈക്ലിംഗ് ഓക്കെ ആണോ മാം? പറയാ ഐ ഹാവ് ബീൻ സൈക്ലിംഗ്. കുഴപ്പമൊന്നുമില്ല. ഒരു പുതിയ വേർഡ് പോലെ ഉണ്ട് സൈക്ലിംഗ് ക്ലിംഗ് പറയുമ്പോ. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. കുട്ടിക്കാലം മുതൽ അല്ല, 10 വയസ്സ് മുതൽ ഞാൻ സൈക്കിൾ ചവിട്ടുന്നു അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്നു എന്ന് പറയാലോ? പറയാ. ഈ സൈക്ലിംഗ് തന്നെയാണോ? അതാണ് ഇപ്പൊ എനിക്കൊരു സംശയം. സൈക്ലിംഗ് ഉണ്ട്, അങ്ങനൊരു വേർഡ് ഉണ്ട്. ഉണ്ട് അല്ലേ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ സെന്റൻസ് കറക്റ്റ് ആണല്ലോ. നമുക്ക് സംഭവം മനസ്സിലായില്ലേ? അത് മതി. നമുക്ക് ലാംഗ്വേജ് എന്തിനാണ്? കൺവേ ചെയ്യാനാണ്. അപ്പോ സൈക്ലിംഗ് എന്ന് പറയുന്ന വേർഡ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അതറിഞ്ഞാണ് ഞങ്ങൾ സ്കൂളുകൾ ഉണ്ടാക്കുമല്ലോ. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ഗ്രോയിങ് ലാംഗ്വേജ് ആണ്. ഓരോ ദിവസവും പുതിയ പുതിയ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പറയാം. ആക്സെപ്റ്റ് ചെയ്താലോ? അതെ മിസ്സേ, ഇന്നലെ മോളൊരു വേർഡ് പറഞ്ഞു. നമ്മള് വേർഡ് എന്ന് പറയുന്നതിന് വരെ ഇപ്പൊ കോട്ട് എന്നാ യൂസ് ചെയ്യുന്നത്. എന്തോ
മോൾ ഇന്നലെ ഒരു വേർഡ് പറഞ്ഞു. അവള് പറഞ്ഞു വേർഡ്സിന് പകരം ഇപ്പൊ കോട്ട് എന്നാ യൂസ് ചെയ്യുന്നത്. കോട്ട് ആ കോട്ട് ഉണ്ട്, കോട്ട്സ്. അത് വേർഡ്സിന് പകരമല്ല. കോട്ട് എന്ന് പറയുമ്പോ ഒരു സെന്റൻസ് ആണ്. ഇത് ഞാൻ ചോദിച്ചത് എന്നേരം പറയാം അങ്ങനെയല്ലമ്മ. ഇപ്പൊ വേർഡ്സ് എന്ന് പറയുമ്പോ നമ്മൾ കോഡ്സ് തന്നെയാ പറയുന്നത്. ഞാൻ പറഞ്ഞു കോഡ്സ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഒരാള് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കല്ലേ പറയുവാന്ന്. അവര് പുതിയ പുതിയ എന്തൊക്കെയോ ഉണ്ട് കുറെ. ഇപ്പൊ ക്യൂട്ടിന് പകരം പൂക്കി എന്നാണ്. പൂക്കി. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇത് എവിടെന്നാ? POOKIE. പൂക്കി. കൊറിയൻ ഭാഷ പോലെയുണ്ട്. ആണോ? ഇത് എവിടെന്നാ കണ്ടത് ദിവ്യ? ഇത് വീഡിയോസില് റീൽസിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ 2-3 റീൽസ് അങ്ങനെ കാണുന്നു. അവള് പൂക്കിയാണ്, അവൻ പൂക്കിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചിലപ്പോ വേറെ ലാംഗ്വേജ് ആണെങ്കിലോ? അത് ഇംഗ്ലീഷ് അല്ലാന്ന് തോന്നുന്നു. അതെന്തോ കൊറിയനോ ചൈനീസോ ലാംഗ്വേജ് റീൽസിന്ന് വന്നതെങ്ങാണ്ടോന്ന് തോന്നുന്നു. കാർട്ടൂണും ഉണ്ട്. കൊറിയൻ ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. ഏതൊരു കാർട്ടൂണിലെ ഒരു ഇതുണ്ട്. കാർട്ടൂൺ മോന് കാണലുണ്ട്. അത് പോക്കിമാൻ അല്ലേ? മാം ഇങ്ങനെ പറയാവോ? I have been living in this Chimney City since 2012. ഒന്നുകൂടെ ക്ലിയർ അല്ല. I have been living in this city since 2012. ഓക്കെ, കറക്റ്റ് ആണ്. ഈ സിറ്റിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എത്രയാണ് ആ വർഷം മുതൽ ഈ സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ക്ലിയർ അല്ലേ? നമ്മള് ഇപ്പൊ പറഞ്ഞ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ ഈ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എന്തായാലും പറയും. എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഇത്രയും നേരം മുതൽ ടെക്സ്റ്റിലുള്ളതിന്റെ മീനിങ് ഒന്ന് പറയാം. I have not seen Sarah since she left college. ക്ലിയർ അല്ല. ടെക്സ്റ്റിലുള്ളതില്ലേ? I have not seen Sarah since she left college. അതിന്റെ മീനിങ് ടെക്സ്റ്റിലുള്ള ഉദാഹരണം അതാ. അതിന്റെ മീനിങ് എന്ന് പറയാം. രണ്ടാമത്തെ കോളേജ് വിട്ടതിന് ശേഷം സാറയെ ഞാൻ കണ്ടിട്ടില്ല. കോളേജ് കഴിഞ്ഞത് മുതൽ എന്നല്ലേ? കോളേജ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ സാറേനെ കണ്ടിട്ടില്ല. കോളേജിന്ന് ഇവിടെ ഹാവ് ബീൻ യൂസ് ചെയ്യണില്ലല്ലോ. ഹാവ് മാത്രമാണല്ലേ? അതെ, കോളേജിൽ നിന്ന് പോന്നപ്പോ മുതൽ ഞാൻ സാറിനെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് മീനിങ് വരാം കേട്ടോ. ഷി ലെഫ്റ്റ് കോളേജ്, കോളേജ് വിട്ടതിൽ പിന്നെ, കോളേജിൽ നിന്ന് പോകുന്നതിൽ പിന്നെ. നെഗറ്റീവ് സെന്റൻസ് വരുന്ന സമയത്ത് ബീന് വരില്ലേ? എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് പറയില്ലേ, അപ്പോ ബീൻ എന്നുള്ള വാക്ക് വരില്ലേ എന്ന് ചോദിച്ചത്. അല്ല, ഇത് നെഗറ്റീവ് ആയിട്ടുള്ള സമയത്ത് നോട്ട്, ഐ ഹാവ് നോട്ട് എന്നല്ലേ വരിക? അല്ല അല്ല, അതും അല്ലേ? ഇത് ടെൻസ് വൈസ് ആണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഐ ഹാവ് ബീൻ എന്ന് പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും, ഐ ഹാവ് നോട്ട് സീൻ എവിടെ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. രണ്ടും രണ്ട് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ ഇതില്? ഇല്ല, ടെൻസ് പറഞ്ഞാൽ ഇതുപോലെ ഡൗട്ട് വന്നു. അതൊക്കെ പോട്ടെ, ഈ പ്രപ്പോസിഷൻ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. അത് മതി. ടെൻസ് ഉണ്ടല്ലോ പൊസിഷൻ പഠിച്ചു വെച്ചിട്ട് ടെൻസ് പഠിക്കുമ്പോഴേ വേറെ ഏതിന്റെ ആയാലും ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ മാം? അപ്പൊ പിന്നെ നമുക്ക് വേർഡ്സ് അല്ല സെന്റൻസ് മേക്ക് ചെയ്യുമ്പോ അത് യൂസ്ഫുൾ ആയിരിക്കും. ടെൻസ് നമ്മൾ എപ്പോഴാ എടുക്കുക? ഈ പ്രിപ്പോസിഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണോ എടുക്കുന്നത്? എന്താ ടീച്ചറെ? ഇല്ല മിസ്സേ, വലിയ പയ്യെ പഠിച്ചു.
ടെൻസ് കോഡ് നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് ചെയ്താലോ? പഠിക്കണം. മതിയോ? അതാണ് ചോദിച്ചേ. കോഡ് എന്താ ഉപയോഗിച്ച് ടീച്ചർ പറഞ്ഞ ടെൻസ് ഒക്കെ ഒന്നുകൂടി പറയോ? ടീച്ചർ ഒന്ന് പറയോ? കാര്യം കേൾക്കണില്ല. അതെ, നമുക്ക് ടെൻസിനെ കൂടെ പ്രൊപ്പോസിഷൻ പഠിച്ചാലോ? ഏതാ നല്ലത് ടീച്ചർ പറഞ്ഞോളൂ. ഇപ്പോ ടെൻസ് ഇപ്പൊ പ്രൊപ്പോസിഷൻ എടുത്തപ്പോ ഞാൻ ടെൻസിനെ കുറിച്ച് പറയേണ്ടി വന്നു. അതിലും ഭേദം ടെൻസ് എടുത്തിട്ട് നമുക്ക് അതെ, നമുക്ക് ടെൻസ് ഒക്കെ ഈസിയാണ് ടീച്ചറെ. അത് പഠിച്ചു കഴിയുമ്പോ എല്ലാം ഈസി ആവും. ഈസിയാണ്. അതിനുശേഷം പ്രൊപ്പോസിഷൻ പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പ്രിപ്പോസിഷൻസ് മീനിങ്ങോ സിറ്റുവേഷനോ പറഞ്ഞാ മതി മാം. എന്നിട്ട് നമുക്ക് ടെൻസ് പഠിക്കുന്നത് പഠിക്കില്ല. അതൊക്കെ യൂസ് ചെയ്യുന്നതോറും നിങ്ങൾ പഠിക്കുകയും ഈ പ്രൊപ്പോസിഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതോറും പഠിക്കുന്നതാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ ടെൻസ് എടുത്താലോ? അടുത്ത ക്ലാസ്സിൽ ടെൻസ് പഠിക്കാം. അങ്ങനൊരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ സിൻസ് കഴിഞ്ഞു. ഡ്യൂറിങ് ഞാൻ പറയാം. ഡ്യൂറിങ് 4 നമുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി ബിറ്റ്വീനൊക്കെ പ്രൊപ്പോസിഷൻ നമ്മുടെ ടെൻസിലൊന്നും ആവശ്യമില്ലാത്തതാണ്. ബൈബിൾ അതൊന്നും കുഴപ്പമില്ലാത്തതാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഡ്യൂറിങ് പറഞ്ഞതേ. ഇപ്പൊ ഡ്യൂറിങ്ങും 4 കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ടീച്ചറെ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലല്ലേ ടെൻസ് എടുക്കുള്ളൂ? ഇന്ന് തന്നെ എടുക്കോ? ഇല്ല, ഇന്നൊക്കെല്ല. ഇപ്പൊ ഇത്ര ടൈമായിരിക്കും. ശരിയല്ല. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് എഴുതിക്കോളൂ. ഡ്യൂറിങ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ആണ്. ഇപ്പോ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടല്ലേ? ടീച്ചറുടെ നോട്ട്സ് ഇപ്പൊ ഇടാറില്ലേ ഇതില്? ടീച്ചറുടേതായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടല്ലോ. നോട്ടില്ല. ഇല്ലേ? കുഴപ്പമില്ല. പ്രൊപ്പോസിഷൻ നിങ്ങൾ എഴുതാതെ മനസ്സിലാവും. ഞാൻ നോട്ട് അത് കുഴപ്പമില്ല. അത് നല്ല ഈസി ഉള്ളതാണല്ലോ പ്രിപ്പോസിഷൻസ്. അപ്പോ ഡ്യൂറിങ് എഴുതാം. നിങ്ങൾ ടെക്സ്റ്റ് എല്ലാവരും വാങ്ങിയതാണോ? വാങ്ങിയിട്ടില്ല. ഞങ്ങള് PDF മറ്റേ കോപ്പി എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വാങ്ങണ്ടേ? വാങ്ങിയിട്ടുണ്ട് ഞാന്. കുറച്ച് പേര് വാങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റിനൊക്കെ നല്ല വിലയല്ലേ. അപ്പൊ ഞങ്ങള് പ്രിന്റ് ഔട്ട് എടുത്തു. അങ്ങനെയും പഠിക്കണം. ടെക്സ്റ്റ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കമ്പൽസറി ആണോ എന്നൊക്കെ പറയുന്നുണ്ട് സാറ്. ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സാറിന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ ഞാൻ നാട്ടിലില്ല. അപ്പൊ അവര് പറഞ്ഞു PDF എടുത്താ മതി, ഇറ്റ്സ് ഓക്കെ എന്നാ പറഞ്ഞു. PDF-ലുള്ളത് തന്നെയല്ലേ ടെക്സ്റ്റിലുള്ളത്? എക്സ്ട്രാ ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഡ്യൂറിങ് ഏത് ഡ്യൂറിങ് ഒരു പീരീഡിനെ സൂചിപ്പിക്കുന്നതാണ്. പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ടൈമാണ്. ഇപ്പോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ടൈം എപ്പോഴാണ്? 1:30 to 2:30 ആണ്. അതൊരു പീരീഡ് ആണ് അല്ലെ? അപ്പോ ഇപ്പൊ നിങ്ങൾ നോട്ട് എഴുതുകയാണ്. ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാ പറയാ? I'm writing the notes. I'm writing the notes during the class time. I'm writing the note during the class. Time എന്ന് പറയണ്ട, കാരണം ഓൾറെഡി ആ ഡ്യൂറിങ് യൂസ് ചെയ്യുമ്പോൾ ആ ടൈമിൽ വരുന്നതാണ്. അപ്പൊ ടൈം എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് വരാ. I'm writing the note during the class. ഡ്യൂറിങ് ക്ലാസിന്റെ ഇടയിൽ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട്. ഇന്നൊന്നുമില്ലല്ലോ അല്ലെ അവിടെ? ഒന്നുമില്ല. I am writing notes during the class. During the class. ക്ലാസിന്റെ സമയത്ത് ഞങ്ങൾ നോട്ട് എഴുതുകയാണ്. ക്ലാസ് ടൈം വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല അല്ലെ? ഡ്യൂറിങ് എന്ന് പറയുന്നത് ക്ലാസ് ടൈം തന്നെയാണ്. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ നമ്മളെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. പിന്നെ ഈ സീസൺ ഒക്കെ വരില്ല ടീച്ചറെ? സീസൺസ് അപ്പൊ ഈ ഡ്യൂറിങ് ഉപയോഗിക്കുമോ? സീസൺസ് വെച്ചിട്ട് പറയാലോ, കുഴപ്പമില്ല. അതൊരു പീരീഡ് അല്ലേ? സീസൺ മീൻസ് വിന്റർ സീസൺ, ഹോട്ട്, അങ്ങനെയുള്ള സീസൺ ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റുമോ ചോദിക്കാം. പ്രഗ്നൻസി ഒരു പീരീഡ് അല്ലേ? അല്ലെ?
ഈ ക്രേവിങ്സ് ഈ ഉണ്ടായിരുന്നു ഘട്ടം എന്നുള്ള അർത്ഥമാണോ അവിടെയാണോ ഈ ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത് ഓരോ കാലഘട്ടം നമ്മൾ പീരിയഡ് എന്ന് പറയുമ്പോ പീരീഡ് ആണ് സഫിയ. ഇപ്പോ ഒരു മാസം മുതൽ 9 മാസം വരെയുള്ള പീരീഡ് ആണ് നമ്മൾ പ്രഗ്നൻസി കാലഘട്ടം അല്ലെ. ആ ഒരു പീരീഡിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? വൊമിറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്ത് പറയും? ക്രേവിങ്സ് ഉണ്ട്. ഐ ഫീൽ ക്രേവിങ്സ് ഡ്യൂറിങ് ദ പീരീഡ്. ഐ ഫീൽ ക്രേവ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി പീരീഡ് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്താണ് ഇതിന് മനസ്സിലാവുക? നിങ്ങളുടെ ആ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഐ ഫെൽറ്റ് ക്രേവിങ്സ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി എന്ന് പറയാം. ഒരു പീരീഡ് പറയോ ആ സെന്റൻസ്? ഞാൻ ക്ലിയർ ആയി കേട്ടില്ല. പറയാം മിസ്. I felt ആണ്. Feel അല്ല, felt. FELT. I felt craving. I felt cravings during the pregnancy. During the pregnancy. എനിക്ക് പ്രഗ്നൻസി ടൈമില് ക്രേവിങ്സ് ഉണ്ടായിരുന്നു എന്നാണ്, ക്രേവിങ്സ് തോന്നിയിരുന്നു എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് വരാം. അപ്പോ നമ്മൾ ഡ്യൂറിങ് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണ്. ക്ലാസ് പറഞ്ഞു, എന്റെ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുന്നത് 1:30 to 2:30 ആണ്. അതിനുശേഷം ക്ലാസ് ഇല്ല. അപ്പോ നിങ്ങള് ക്ലാസ്സിന്റെ സമയത്ത് നോട്ട് എഴുതി എന്ന് പറയുമ്പോൾ ക്ലാസ്സിന് ടൈം ഉണ്ടല്ലോ, പർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ. ആ ടൈമിനുള്ളിൽ നോട്ട് എഴുതി എന്നാണ് മെൻഷൻ ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ അതേപോലെ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അവൻ ഉറങ്ങിയായിരുന്നു എന്ന് പറയാം. ഓക്കെ. He fell asleep during the movie. He fell asleep during the movie. സിനിമയുടെ സമയത്ത് അവൻ ഉറങ്ങി. അപ്പോ സിനിമയ്ക്ക് ടൈം ഉണ്ട്, 2 hour ആണ് സിനിമയുടെ ടൈം. ആ ടൈമിൽ അവൻ ഉറങ്ങി എന്നാണ് പറയുന്നത്. He fell asleep during the movie. During the film. സെന്റൻസ് ഒന്നുകൂടെ പറയാം. അതൊന്നും കൂടി പറയാം മിസ്സേ. Yes. ഞാൻ ടൈപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. She fell asleep during the movie. She fell asleep during the movie. മൂവിയുടെ ടൈമില് അവൻ ഉറങ്ങി, അല്ലെങ്കിൽ അവൻ ഉറങ്ങിപ്പോയി. ആ മീനിങ് വരാം. നെക്സ്റ്റ്, she kept talking to me during the film. Say during the film. You can't speak during the exam. എക്സാമിന്റെ സമയത്ത് സംസാരിക്കാൻ പാടില്ല അല്ലെ. You can't speak during the exam. അങ്ങനെയാണ് ഈ ഡ്യൂറിങ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായ ഒരു പീരീഡ് ആണ്. We have 2 classes during the day. പറയൂ മാം. During the day. വീക്കിലി ഞങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ട്. എന്താണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. We have 2 classes during the day. ഒരു ദിവസം ഞങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ട്. I saw many beautiful animals during the travel. അങ്ങനെ പറ്റുമോ?
ട്രാവൽ സമയത്ത് കണ്ടു. അപ്പോ ഇത് ക്ലിയർ അല്ലേ? ഡ്യൂറിങ് ക്ലിയർ അല്ലേ? യെസ് മാം. യെസ്. ഇനി അടുത്ത ക്ലിയർ ആയി. എന്തോ ഒന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത പ്രപ്പോസിഷൻ ഏതാ? ഫോർ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം കേട്ടോ. അതായത് ആയിട്ട് എന്നൊരു മീനിങ് ഉണ്ട്, ആയിട്ട്, വേണ്ടി. ഇത് രണ്ട് മീനിങ്ങും ഫോറിനുണ്ട്. അത് മലയാളം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആയിട്ട്. ടീച്ചറെ ഒരു മിനിറ്റ് ടീച്ചർ, ഈ ഡ്യൂറിങ്ങിന്റെ ഒപ്പം നമ്മള് വർഷം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ, പറ്റുമോ? സെൻസിലല്ലേ പറയാ? ഡ്യൂറിങ് ദ ഇയർ എന്നൊക്കെ വരില്ലേ? ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ, ആ വർഷത്തിൽ എന്നൊക്കെ പറയുമ്പോ ഡ്യൂറിങ് 2018 അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ മീനിങ്, നിങ്ങൾ മലയാളം എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലായിരിക്കണം അവിടെ പ്രപ്പോസിഷൻ വരേണ്ടത്. പീരീഡ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് ഡ്യൂറിങ് അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഡ്യൂറിങ്ങിന് പകരം വേറെ പ്രപ്പോസിഷൻ യൂസ് ചെയ്താൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരില്ല. സെയിം മീനിങ് കിട്ടണമെന്നേ ഉള്ളൂ. ഇപ്പൊ എന്റെ അങ്കിള് പോലീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ഒരു പീരീഡ് പറയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചത്. മിസ് ഈ ഡ്യൂറിങ് ഫസ്റ്റ് വരുന്ന അപ്പൊ അതിന് സെന്റൻസ് ഇയർ വെക്കാൻ പറ്റുമോ? ഇയർ ചേർത്താൻ പറ്റുമോന്ന്? ഡ്യൂറിങ് ഒരു ഏതെങ്കിലും പീരീഡ് ആണോ പറയേണ്ടത്, അല്ലെങ്കിൽ ഇയർ ചേർത്താൻ പറ്റുമോ? ഇയർ അതായത് ഇപ്പൊ നമുക്ക് അത് പോലീസായിട്ട് വർക്ക് ചെയ്യുന്ന ഇത്ര എന്ന് തുടങ്ങിയാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന വരെ അല്ലേ? അവിടെ ഡ്യൂറിങ്ങിനേക്കാൾ നല്ല പ്രപ്പോസിഷൻ വേറെ ഉണ്ടാവില്ലേ? പക്ഷെ സെൻസ് ഉപയോഗിക്കാം അല്ലെ? സെൻസ് ആണല്ലോ കൂടുതൽ ആപ്റ്റ്. സെൻസ് ആണ് മാച്ച്. ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് എഴുതിപ്പോയി. അപ്പൊ ഡ്യൂറിങ് ഉപയോഗിച്ചപ്പോ ഇല്ല. അപ്പൊ എന്താണോ ആ മീനിങ് തന്നെ ചിലപ്പോ അത്ര മാച്ച് അല്ലാത്ത പോലെ നമുക്ക് തോന്നും. നമ്മൾ തട്ടിക്കൂട്ടി മലയാളം അതിനെ കറക്റ്റ് ആയിട്ട് വെച്ചാലും അതൊരു മാച്ച് അല്ലാത്ത പോലെ തോന്നും. അത് മലയാളത്തിൽ പറയുമ്പോഴാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ലേ? അതാണ് വ്യത്യാസം. ശരിയാണ്. അപ്പൊ ഓക്കെ, വിട്ടുകളയാം. മിസ് ഈ മിസ് ഇപ്പൊ പറഞ്ഞതൊക്കെ ഡ്യൂറിങ് ഈ സെന്റൻസിന്റെ സെന്ററിൽ വരുന്നതാണല്ലോ, അതേപോലെ തന്നെ ഫസ്റ്റിൽ വരുന്നതുണ്ടാവും. പിന്നെ യു ക്യാൻ സ്പീക്ക് ഡ്യൂറിംഗ് ദ എക്സാമിന്, അത് നമുക്ക് തിരിച്ചും പറയാം. ഡ്യൂറിംഗ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്, ഇനിയും പറയാം. കുഴപ്പമൊന്നുമില്ല. ഡ്യൂറിംഗ് അവർ ഹോളിഡേസ് വി വിസിറ്റഡ് ലണ്ടൻ പറയാം, മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ ബെറ്റർ വേർഷൻ ഇതാണ്, അത്രയേ ഉള്ളൂ. എന്തിനും ഒരു ബെറ്റർ ഉണ്ട് അല്ലെ? എന്ത് കാര്യം പറയുമ്പോഴും നമുക്കൊരു ബെറ്റർ വേർഷൻ ഉണ്ട്. ആ ബെറ്റർ വേർഷൻ ഇങ്ങനെയാണ്. അവൾ അവിടെ പോയി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അവൾ അവിടെ പോയി എന്നും പറയാം, അവിടെ അവൾ പോയി എന്നും പറയാം. രണ്ടും പറയാലോ അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാ ഉള്ളൂ. മീനിങ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. എങ്ങനെ തിരിച്ചാലും മീനിങ് കറക്റ്റ് വരണം. ഇംഗ്ലീഷ് അങ്ങനെയാണ്, മലയാളം തിരിക്കുന്ന പോലെയല്ല. മലയാളം ചിലപ്പോൾ തിരിക്കുമ്പോൾ മീനിങ് മാറാം, ഇല്ലേ? അതേപോലെ തന്നെയാണ് ഈ ലാംഗ്വേജ്. അടുത്ത് പറയട്ടെ, 4 പറയട്ടെ. ഓക്കെ. അപ്പൊ അടുത്ത ഏതാ? 4. 4ന്റെ മീനിങ് ആയിട്ട്, വേണ്ടി എന്നൊരു മീനിങ് ആണ്. ആയിട്ട് മലയാളത്തിലാണ് ആയിട്ട്, വേണ്ടി. അതായത് 3 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസമായിട്ട് ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ അത് വാങ്ങിത്തരാം. അങ്ങനെ 4 വേണ്ടി ഉപയോഗിക്കും അല്ലെ? ഞാനത് വാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചത് വേണ്ടി എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ എന്നാണ്. ആയിട്ട് എന്നുള്ളതും കൂടി ഉണ്ട് അല്ലെ? സ്റ്റഡിങ് ഫോർ 3 hours, 3 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, I have been studying for 3 hours. I have been studying for 3 hours. He has lived in London for 3 months.
for 3 months. Okay, അപ്പൊ ഇതൊക്കെ ആയിട്ട് എന്നൊരു മീനിങ് ആണ്. ഇനി വേണ്ടി this gift I bought for you. This gift I bought for you. This gift I bought for you. I am waiting for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I will sing a song for you. Yeah, correct. ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാം. എന്നാണ് മീനിങ് വരാം. അപ്പൊ ഈ രണ്ട് മീനിങ് ആണ് നമ്മുടെ ഫോറിനുള്ളത്. ഓക്കെ, ആയിട്ട് വേണ്ടി എന്നൊരു മീനിങ് ആണ് ഫോറിനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് പ്രത്യേകിച്ച് ഡൗട്ടും കാര്യമൊന്നുമില്ലല്ലോ. കുറച്ച് വേർഡ്സ് നമ്മൾ സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി മനസ്സിലാവും. എന്തോ അല്ല, കുറച്ച് വേർഡ്സ് നമ്മൾ സ്വയമായിട്ട് കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിലേ നന്നായി മനസ്സിലാവും പറയാം. നിങ്ങള് ഈ പ്രപ്പോസിഷൻ ഒക്കെ നോട്ട്ബുക്കിൽ എഴുതുന്നില്ല, കുറച്ച് സ്പേസ് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ എക്സാമ്പിൾസ് എഴുതാൻ നോക്കുക കേട്ടോ. എന്നിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവും നിങ്ങൾ തന്നെ സ്വയം വാലുവേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്നില്ലേ ഈ ഫോർ എക്സാമ്പിൾ, അതെല്ലാം ഈ ഫോർ ഉപയോഗിച്ചിട്ടുള്ളതല്ലേ? ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ ആയിട്ട് ഇതൊക്കെ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നിന്നാണ് ആയിട്ട് എന്നില്ല ഉദ്ദേശം, അതാണ്. ഉദാഹരണമായിട്ട് ദിസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഐ ബോട്ട് ഫോർ യു. Yeah. I have been working for 3 years. Okay. Yeah. ഞാൻ കുറെ നാളായിട്ട് ലണ്ടനിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ അപ്പൊ അതെങ്ങനെ പറയാ? ഒരു സെന്റൻസ് പറയൂ. ഞാനോ? ഞാൻ വിഷ് ചെയ്തു എന്നാണല്ലേ പറയാ, ആഗ്രഹിച്ചു എന്നുള്ളതിന്. നമുക്ക് ഒരു സെന്റൻസ് ഇപ്പൊ സഫിയ പറഞ്ഞ മലയാളം പറഞ്ഞേ. മലയാളം വാക്ക് ഞാൻ പറഞ്ഞിട്ട് അതിനെങ്ങനെ ഇംഗ്ലീഷിൽ മാറ്റാൻ നോക്കുക ചെയ്യാം. എനിക്ക് എന്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഇത് പറയുമ്പോ ഇയേഴ്സ് കിടക്കാനുണ്ട് അവിടെ. 4 years അല്ലെ? I would like to visit London for long years. Right? For years. ചില മലയാളങ്ങള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടില്ല. മനസ്സിലായോ? അത് ഇപ്പൊ 4 ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറെ കാലമായിട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ 4 years എന്ന് കിട്ടും. പക്ഷെ സെന്റൻസിന് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണ്ട. അത് കറക്റ്റ് ആ ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ അത് ശരിയാവും. കാരണം അതൊക്കെ ടെൻസിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ 4 നിങ്ങൾ പ്രപ്പോസിഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേ. പ്രപ്പോസിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? പ്രപ്പോസിഷൻ ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ എല്ലാ പ്രപ്പോസിഷനും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് അറിയും. അത് മനസ്സിലായില്ലേ? അത്രയും മതി. ബാക്കി സെന്റൻസിന് ട്രാൻസ്ലേറ്റ് ചെയ്യണത് നമുക്ക് ടെൻസ് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പറയുമ്പോ ചിലപ്പോൾ അത് കറക്റ്റ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ലാസ്റ്റ് ഈ പഠിച്ച പ്രപ്പോസിഷൻ തന്നെ ചിലപ്പോൾ മറന്നു. ഇനി നെക്സ്റ്റ് ബിറ്റ്വീനും കൂടെ ചെയ്യാം. ബിറ്റ്വീൻ അതൊരു കൈ നമുക്ക് നിർത്താം. കൈക്ക് പിന്നെ പറയാ കൈ ഞാൻ പറഞ്ഞുതരാം. ബിറ്റ്വീൻ ബിറ്റ്വീൻ എന്താ? എടുത്തില്ലല്ലോ. എന്തോ ഏതാണ്? ഓണം ഇന്നും എടുത്തിട്ടില്ല. ഓണം ഇനി എടുത്തിട്ടില്ലേ? ഞാൻ അറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അറ്റ് മാത്രമേ എടുത്തുള്ളൂ. ആണോ? പറയണ്ടേ അത്? ഓക്കെ, ഞാനുണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും എടുത്തിട്ടുണ്ടാവും വിചാരിച്ചു. അതൊന്നും പറയണ്ടായപ്പോ. ഓക്കെ, ഞാൻ ഓൺ ഇനി എടുത്തെന്ന് വിചാരിച്ചിരിക്കാട്ടോ. സോറി. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മതി. നമുക്ക് ഓൺ ഇന്നും അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ആണ് പറയാം. ബിറ്റ്വീൻ എടുക്കും, എന്നിട്ട് പിന്നെ നമുക്ക് ഓൺ ഇന്നും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബിറ്റ്വീൻ ജസ്റ്റ് സിമ്പിൾ ആണ്. ഇടയിൽ നിന്നാണ്. ഇടയിൽ
ഞാൻ രണ്ട് വർഷത്തിൽ ഉപയോഗിക്കാം അല്ലെ? വർഷം. എവിടെയും ഉപയോഗിക്കാം. ഇടയിൽ നിന്നാണ് മീനിങ് വരെ. ഇടയിൽ ഞാൻ രണ്ട് ആൾക്കാർ നടുക്കാണ് നിൽക്കുന്നത്. ഞാൻ രണ്ട് ആൾക്കാരുടെ ഇടയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ രണ്ട് ബോയ്സിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. എങ്ങനെ പറയും? ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ബോയ്സ്. രണ്ട് ബോയ്സിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ബോയ്സ് എന്ന് പറയാം. അതേപോലെ മിസ്സേ ഞാൻ 6-നും 7-നും ഇടയിൽ ഇറങ്ങും എന്നുള്ളത് പറയാൻ പറ്റുമോ? പറയും. മാം ഈ ബിറ്റ്വീൻ പിന്നെ ഫസ്റ്റിലാണോ വരിക? അങ്ങനെ വരുന്ന കേസ് ഉണ്ടോ? അല്ല മിഡിലാണോ വരിക? ബിറ്റ്വീൻ കൂടുതൽ മിഡിലല്ലേ വരില്ലേ? ബിറ്റ്വീൻ ആദ്യം വരും. ബിറ്റ്വീൻ 6 to 7 അങ്ങനെയൊക്കെ പറയില്ലേ ടൈമിന്? പറയാം. ഇപ്പോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബിറ്റ്വീൻ 1 PM and 3 PM. പറയാം, കുഴപ്പമൊന്നുമില്ല. ഇടയിലെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇടയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് സെൻസ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ബിറ്റ്വീൻ ആദ്യം വരുമെന്ന് ചോദിച്ച ആൻസർ ഞങ്ങൾക്കിടയിൽ അവനാണ് കുറച്ചുകൂടെ ആക്റ്റീവ് എന്ന് നമ്മൾ പറയും. അങ്ങനെ പറയാറില്ലേ? ഞങ്ങൾക്കിടയിൽ അവനാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പോ ബിറ്റ്വീൻ us he is little active എന്ന് പറയാം. ബിറ്റ്വീൻ us he is more active എന്ന് പറയാം. ഞങ്ങൾക്കിടയിൽ അവരാണ് കുറച്ചുകൂടെ ആക്റ്റീവ്. അപ്പൊ ബിറ്റ്വീൻ ആദ്യം വന്നു അല്ലേ? ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചെകുത്താനും കടലിൽ നടക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ചെകുത്താനും കടലിനും ഇടയിൽ അതെങ്ങനെയാ? കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ജീവിക്കുന്നത് ചെകുത്താന്റെ ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ സീ, ബ്ലൂ സീ ആണെന്നൊക്കെ പറയില്ലേ? ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ബ്ലൂ സീ. ചെകുത്താനും കടലിൽ നടക്കാണ് അങ്ങനെ പറയാം. ഇനി ഈ സീക്രട്ട് നമ്മൾക്കിടയിൽ മാത്രം സൂക്ഷിക്കണം എന്ന് പറയും. അല്ലെ? നമ്മൾക്കിടയിൽ മാത്രം ഈ സീക്രട്ട് സൂക്ഷിക്കണം കേട്ടോ എന്നെങ്ങനെയാ പറയാം? Keep the secret between us. Just keep this Hello? secret between us. ടീച്ചറെ എന്താണ് ചെകുത്താനും കടലിനും ഇടയിലാണെന്ന് പറഞ്ഞില്ലേ? ആ സെന്റൻസ് ഒന്ന് പറയൂ, കേട്ടില്ല. Between the devil and the sky. Sorry, sea. I am living now between devil and sea. പറയാൻ പറ്റില്ലേ? പിന്നെ I am living between the devil and the sea. പറയാം. ഇപ്പോഴല്ല, പണ്ട്. പണ്ട്. മനസ്സിലായി. അന്ന് അത് ആവശ്യമായിരുന്നു അല്ലേ? അപ്പൊ പറയായിരുന്നു. Just keep this secret between us. നമ്മൾക്കിടയിൽ മാത്രം ഈ സീക്രട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയുള്ളൂ. ഐ എം സ്റ്റാൻഡിങ് ടു വാൾസ്. I'm standing two walls. I'm standing between two walls ആണ്. Sorry, between two walls. Yeah. അപ്പോ ഇന്ന് ക്ലാസ്സിൽ നമ്മള് since, during, for, between and ഇനി ഏതാ പഠിച്ചത്? അത്രേ ഉള്ളൂ. അറ്റം കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് ഇൻ, ഓൺ, ബൈ. ഇത് മൂന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ടെൻസിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് അറിയാത്ത ഏതെങ്കിലും പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ ടീച്ചറെ, this meeting will start between 10 to 11. Okay. കുറച്ച് സെന്റൻസ് ഒക്കെ എഴുതുമ്പോൾ മനസ്സിലാവും അല്ലേ? പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? യെസ്, ഹസ്ന ഉണ്ട് സൈൻ ഔട്ട്. പറയൂ. ഹസ്ന റെഡി അല്ലേ? Yes, ready on. Hello friends, I am Hasna here. Today we had a wonderful class on preposition. We learned
four preposition words since, between, during, and therefore. It was a nice class, and we get more knowledge about this preposition words. And I would like to conclude this class or sign off by giving a thought. The beautiful thing about learning is nobody can take it from you. So learn new things every day. Thank you. Okay, so Thank thank you, you. miss. Thank you so much. Thank Thank you, you. Miss. Thank you. Thank you, Miss. Thank you.